അവർക്ക് 5 മണി തൊട്ട് 8 മണി വരെ പരിപാടി. 8 മണിക്ക് തിരിച്ചെത്തും. 7:30 ഉണ്ടാക്കിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെന്റിനോടും ചെയ്യാം. 18. Joy sir, come on, welcome to Ooty. Nice to meet you. വന്നിരിക്കണോ സ്നേഹട്ടാ മൈല അത് ശരിക്കും നൈസായിട്ടാ. അയ്യോ ഒഫീഷ്യലി ടീനേജർ. അയ്യോ 3 എവിടെ? 3 ഇവ മാറ്റി വെച്ചു. എന്റെ അമ്മച്ചേ, ദിസ് ഇസ് ദ ബെസ്റ്റ് ബ്രദർ. കുഞ്ഞുസിന്റെ ദീപാകണ ആദ്യം കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉറക്കത്തിൽ കിടന്ന് കരച്ചിലും വീഴ്ചിലും എന്റെ ഫുള്ള് ബർത്ത്ഡേ സെറ്റപ്പിന് വേണ്ടിട്ട് നിലമോളും മോനും കൂടിയിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ അവിടുത്തെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പൊ ആ സമയം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് അവര് വരുമ്പോ നമ്മൾ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കണത്. ഞങ്ങൾ അതിനുള്ള പെട്ടെന്ന് സെറ്റ് ചെയ്യാം. എടുത്തു പോകുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനി അതൊന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യണം. വലിയ പരിപാടി ഒന്നുമില്ല, ഈസി പരിപാടി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ഇപ്പൊ വലിയ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ. ഇതിപ്പോ അവളുടെ 13ാമത്തെ ബർത്ത്ഡേ ഇപ്പൊ നമ്മുടെ ഒരു സന്തോഷം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഭയങ്കര ചെയ്യാന്ന്. അതൊരു വലിയ ഗുസ്തി പണിയാണ്. എന്ത് ഈസി പരിപാടി അല്ലേ. ബലൂണുകൾ ഞങ്ങൾ വേറെ ഫേസ്ബുക്കിൽ നിന്ന് മേടിച്ചാണ്. അതാണ് ഞങ്ങൾക്ക് വീർപ്പിക്കേണ്ടി വന്നില്ല. ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് മേടിച്ചാണ്. മൈലോ ഭയങ്കര ടെൻഷനിലാട്ടാ. നിനക്ക് ടെൻഷൻ? ലോല എവിടെയാ? അയ്യോ ലോല എവിടെയാ? ലോലയുടെ കാണില്ല എൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. ജോലി ഞങ്ങള് ആകെ ടെൻഷനിലാണ് ഇപ്പോ. കാരണം മോള് അവർക്ക് 5 മണി തൊട്ട് 8 മണി വരെ പരിപാടി. 8 മണിക്ക് തിരിച്ചെത്തും. 7:30. അത് എങ്ങാനും അവര് കഴിഞ്ഞിട്ട് നേരത്തെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാതി വഴിയിൽ അവര് കാണിച്ചു തരും. എന്തായാലും എല്ലാം ചെറിയ ചെറിയ സെറ്റപ്പ് പറ്റി നാട്ടിൽ നിന്ന് കഴിച്ചല്ല. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെന്റിനോടും ചെയ്യാം. അടിപൊളിയില്ല ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ തന്നെ ജാതി ബർത്ത്ഡേ ലുക്കായില്ല. നല്ല രസമായി. സ്റ്റേജ് മേക്കൊക്കെ പരിപാടിയില്ല. ഞാൻ വിചാരിച്ചത് എന്താ കാശ് സെറ്റപ്പിന് കാശ് കുറവാണല്ലോ എന്ന്. പക്ഷെ അത് തുണിയായതുകൊണ്ടാ. പക്ഷെ അറിയണില്ല അങ്ങനെ വെച്ച് നല്ല പരിപാടിയല്ലേ. വൺസ് ഇത് വെച്ചാൽ തന്നെ വലിയ നല്ല രസമായില്ലേ. അവിടെ അടിയില്ല. എന്തിനത് ഇതാണ് കുറച്ച് പണിയുള്ളത്. കഴിഞ്ഞാൽ സംഭവം എന്തിട്ടല്ലേ ചെറിയൊരു ഇതില് അടിപൊളി സെറ്റപ്പ്. ശരിക്ക് മറ്റേ ഇതിൽ വെക്കുന്ന പോലെ തന്നെയല്ലേ. ഇരുട്ട് നമുക്ക് പറ്റുന്ന സാധനമല്ല. അവരെ ബർത്ത്ഡേക്ക് വിട്ടേക്കല്ലേ. ജോയ് സാർ, come on, welcome to Ooty. Nice to meet you. അതെ സിജോഷേട്ടൻ എടുക്കുമ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഫോട്ടോ വെറുതെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ നേരങ്ങളെ. ഞാൻ പറഞ്ഞായിരുന്നു ഫോട്ടോ എടുക്കല് മാത്രം ഞാനുള്ളൂ, തരുന്ന ആളാണ്. അതെങ്ങനെ ഏത് വകയില്? ഞാൻ അങ്ങനെ തരില്ലെന്ന് എല്ലാവർക്കും അറിയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെ ഇഗ്നോർ ചെയ്യാൻ ചാടുമ്പോ ആങ്സൈറ്റി കാണിക്കുമ്പോ മൈൻഡ് ചെയ്യരുത്. ഇതെന്തത് സംസ്ഥാന സമ്മേളന വന്നിരിക്കണോ സ്നേഹട്ടാ മൈല. ഇത് ശരിക്കും ക്ലിപ്പുകൾ ഇറക്കം തന്നിട്ടുണ്ട്. പക്ഷെ അത് വഴിക്ക് വീണിട്ടോ കൂട്ടത് അന്നെടുത്ത് മാറ്റാം. സ്ലിപ്പാണ്. ബാക്കിയോടെ നിൽക്കുന്ന ചോദിക്കാൻ മാത്രം. കേക്ക് കണ്ടാ നല്ല ഭംഗിയില്ലേ? അതാണ് ഞങ്ങള് ഇത്തിരി ചെയ്യാന്ന് വിചാരിച്ചേ. അവളെന്നെ പറഞ്ഞു ടേണിങ് ടീനേജർ. ഇവിടെ കുത്താലേ, നന്നായിട്ട് ഇറക്കാലേ. ഇറക്കട്ടെ? ഓക്കെ അല്ലേ? മണ്ണ് വന്നില്ലേ? പെട്ടാ 3 വയസ്സ് ആഘോഷിക്കേണ്ടി വരുമോ? കേട്ടാ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു പോയാണ്ടല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇനി തിക്കി കയറ്റാൻ പോകുമ്പോ ഇതൊക്കെ വീഴും. അതാണ് അങ്ങനെ പാടില്ലല്ലോ. അതല്ല സ്മാർട്ട് ആയിട്ടുള്ള ആള് വന്ന് ചെയ്യുമ്പോ എന്റെ അമ്മോ അത് പൊളിച്ചു. അത് ശരിക്കും നൈസായിട്ടാ. അതുകൊണ്ട് വെച്ചപ്പോ ഞാൻ ഈ തിക്ക് ഫീലായി. അതെ പൊളിഞ്ഞു. അതെ അത്യാഗ്രഹ ആപത്ത് എന്ന് പറയുന്ന സാധനം. ഇത് അത്യാഗ്രഹ ആപത്ത്.
8 മണിക്ക് അവരുടെ കഴിയും. അപ്പോൾ അവരെ പോയിട്ട് പിക്ക് ചെയ്ത് കൊണ്ടിട്ടെ. അപ്പോൾ ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിയമോള് അത് എടുത്ത് ഒന്നുകൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇടിച്ചു പൊളിച്ചിട്ടുണ്ട്. അത് റിയമോളുടെ സ്വതവേയുള്ള ശീലം. ഇങ്ങോട്ട് ഇടിഞ്ഞു വീഴണ കേക്ക് അടക്കം പൂട്ടും മോനെ. കഴിച്ചിട്ടില്ല, കഴിച്ചോണ്ടോ എന്നോട്. അയ്യോ കൊക്കക്കോള. അതെ, ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോവാം, എന്നാലും അല്ലെങ്കിൽ അവൾക്ക് ഡൗട്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ വരുമ്പോ അവള് റിയലൈസ് ചെയ്താൽ മതി. ഇത് ഓഫ് ചെയ്തിട്ടാ ഇത് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഡൗട്ടാവും. വീഡിയോ എടുക്കാനാന്ന് വിചാരിക്കുള്ളൂ. പറഞ്ഞ ആദ്യം കൂട്ടാം വീഡിയോ. അപ്പൊ മമ്മി വീഡിയോ എടുക്കവേ വരെ. ആ അച്ഛനെ കൊണ്ടുവരാന്ന്. ലൈറ്റ് ഓഫ് ചെയ്യണല്ലേ കൂട്ടാ? ലൈറ്റ് കുറവാ. അത് മോളിക്ക് വെച്ചേക്ക കൂട്ടാൻ. അത് മതി. ലൈറ്റിൽ സ്പ്രെഡ് ചെയ്ത് വരണം. മൈലോ സ്റ്റോപ്പ് ഇറ്റ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നീ അങ്ങോട്ട് പോകുമ്പോ ലൈറ്റ് എന്താ അറിയില്ല. അടണോ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം. യു ആർ വെയിറ്റിംഗ് ഫോർ ടേക്കിംഗ് വീഡിയോ. അച്ചുട്ടാ, ഇറ്റ്സ് എ വെരി ഫണ്ണി വീഡിയോ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞൂസ്, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞൂസ്, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞൂസ്, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞൂസ്. അവരും പൊന്നു, അവരും മുത്ത, അവരും ചക്കരമുത്ത, അവരും പൊന്നുമോളെ ഉമ്മച്ചി കുട്ടിയാ. അയ്യടാ, അങ്ങനെ എന്റെ മോള് ടീനേജറായി. ടീനേജർ, ഒഫീഷ്യലി ടീനേജർ. നീ അല്ല പറഞ്ഞേ ഒഫീഷ്യലി ടീനേജർ. നമ്മള് സർപ്രൈസ് കൊടുക്കുന്ന കരച്ചിൽ വരാല്ലോ. ഒഫീഷ്യലി ടീനേജർ. എനിക്ക് ഇമോഷൻസ് ഒക്കെ കൂടി തുടങ്ങി. എന്താണ് കേക്ക് നോക്കി ഓ നീല ഒഫീഷ്യലി ടീനേജർ. ടീനേജറിന്റെ സൈൻ വന്നു തുടങ്ങിട്ടാ കൊടുക്കണം. അയ്യോടാ, ഞങ്ങള് പറഞ്ഞ ഞങ്ങൾ ആഘോഷിക്കില്ല പറഞ്ഞാണ് ഫീൽ അടിച്ചിരിക്കുന്നു. കുഞ്ഞുസിന്റെ അടുത്ത് വീഡിയോ എടുക്കേണ്ട കാര്യം പറഞ്ഞേ, ഫാമിലി വീഡിയോ എന്നൊക്കെ പറഞ്ഞപ്പോ നോക്കെ. അച്ഛട്ടാ ചേച്ചിക്ക് ഹാക്ക് കൊടുക്ക്. ചേച്ചി ഒഫീഷ്യലി ടീനേജർ. ഉണ്ണിക്കുട്ട ഹെൽപ്പ് us to get the balloon. ആ അച്ഛനറിയായിരുന്നു. അച്ഛനറിയായിരുന്നു. അച്ഛൻ ഒന്നും മിണ്ടാണ്ട് ഹൈഡ് ചെയ്തു. കൺട്രോൾ ചെയ്ത സർപ്രൈസ് സൂക്ഷിച്ച ഒരാഴ്ചയായിട്ട് മോളിലെ മുറിയിൽ കൊണ്ടിട്ടേക്കായിരുന്നു ബലൂൺ. പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ ഇവള് കണ്ടു കേക്ക്. അവര് പുറത്തേക്ക് വന്നപ്പോ അപ്പൊ അപ്പുറത്തെ വീട്ടിലെ അപ്പൊ ഞാൻ പറഞ്ഞത് ആ കൊച്ചിന്റെ വീട്ടിലേക്ക് തെറ്റി ഇവിടെ വന്നു. അവിടെ അപ്പുറത്ത് ബർത്ത്ഡേ ഉണ്ടല്ലോ. ആ കുഞ്ഞിനോട് ഞങ്ങൾ പറഞ്ഞു സെലിബ്രേഷൻ ഒന്നും ഇല്ലാന്ന്. അയ്യോ എങ്ങനെയുണ്ട് കുഞ്ഞിന്റെ കുഞ്ഞുസേ? അപ്പയും കുഞ്ഞുസും കൂടിട്ട് കുഞ്ഞുസേ അപ്പയും മോനും അച്ചോട്ടും കൂടി പോയില്ലേ? ആളിലേക്ക് പോയിന്നോണ്ട് അപ്പൊ ഇതെടുക്കാൻ പോയതാ, കളക്ട് ചെയ്യാൻ പോയതാ. അയ്യോ 3 എവിടെ? 3 ഇപ്പൊ മാറ്റി വെച്ചു. 1 3 അങ്ങോട്ട് ഡ്രസ് മാറാ. കുഞ്ഞുസിന്റെ സ്പെഷ്യൽ ഡ്രസ് മാറിട്ട് പോരെ. മോനെ നില എന്തായി മാറി കഴിഞ്ഞാ ഇപ്പൊ എങ്ങനെ എത്തോ? കൊറേ നേരമായി ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യണു. ആ എത്തിയോ? എന്റെ അമ്മേ, എന്റെ അമ്മ പ്രിൻസസ് കുഞ്ഞുമോളാ. എന്റെ അമ്മച്ചേ 39 ടീനേജർ. അച്ഛട്ടാ ടീനേജർ ചേച്ചി. ഇനി നമുക്ക് കേക്ക് കിട്ടിയിലേക്ക് കിടക്കാം അല്ലേ കുഞ്ഞുസാ? അത് റെഡി അല്ലേ? ചുമ്മാ ഇത് അച്ഛന്റെ സ്പെഷ്യലാ. അച്ഛന് എവിടുന്ന കിട്ടിയ റെസിപ്പി? എവിടുന്ന് കിട്ടിയ? Where did you get the recipe? Grade 2. Grade 2? Yeah, they let you make something. In school. And you're allowed to eat it. കണ്ടാ നിങ്ങള് അച്ചുട്ടൻ ഉണ്ടാക്കിയത് ബ്രെഡില് ബട്ടർ പറ്റിട്ട് ഇങ്ങനെ ഇതിടുന്നത് അവര് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടല്ല. എന്റെ അമ്മച്ചേ, ദിസ് ഇസ് ദ ബെസ്റ്റ് ബ്രദർ. എന്റെ അമ്മോ, എന്റെ അമ്മേ. കുഞ്ഞുസ എങ്ങനെയുണ്ട്? ഇഷ്ടായാ? നിന്റെ ബ്രദർ ഉണ്ടാക്കി. അച്ചുട്ടാ നമുക്ക് കേക്ക് കെട്ടി കഴിഞ്ഞിട്ട് കഴിക്കാം. ഫുഡ് കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പൊ ചേച്ചി കഴിച്ചോട്ടെ, അവിടെ വെച്ചോട്ടാ. കുഞ്ഞുസ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടല്ലോ അന്ന്? ഇല്ലില്ല. ഇന്ന് ഞങ്ങൾ ഭയങ്കര ഡ്രാമയായിരുന്നു. ഞാനും അച്ചുട്ടനും കൂടിയിട്ട് കാറിലേക്ക് പോകുമ്പോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചേ ഞങ്ങൾ ഹംഗ്രി ആക്സിന്ന്. അപ്പൊ പറഞ്ഞു അച്ചുട്ടൻ പറയാ, നില യുവർ ബർത്ത്ഡേ ഫിനിഷ്, യു ഓൾറെഡി 13. അപ്പൊ നില പറഞ്ഞു, അല്ല എന്റെ മൺഡേ ആണ് എന്റെ ബർത്ത്ഡേ.
അപ്പൊ ഞാൻ പറഞ്ഞു മൺഡേ വരെ ബർത്ത്ഡേ ഉണ്ട്, നമുക്ക് ഇന്ന് പോയിട്ട് ഇവിടെ കപ്പ് കേക്ക് കുടിച്ചിട്ട് വന്നു റീചേച്ചി. കപ്പ് കേക്കുമ്പോ നമുക്ക് ഇങ്ങനെ ക്യാൻഡിൽ കത്തിച്ചിട്ട് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞ നിലമോളെ അങ്ങനെ ഞങ്ങള് ആകെ ടെസ്പാക്കി എടുത്തു. റെഡി? Yes. Are you ready to cut the cake? Yes. എന്റെ പൊന്നെ, എന്റെ പ്രിൻസസ് മോള് നിക്കണൊക്കെ എന്റെ പ്രിൻസസ്. Happy birthday. Happy birthday to you. കട്ട് ചെയ്ത് തുടങ്ങല്ലേ ചിനി? അതേടാ ഊതിക്കോട്ടെ, ഊതി കുഞ്ഞു സാധ്യ. ഊത് കുഞ്ഞുസേ. 1, 2, 3. റെഡി 1, 2, 3 കട്ടി കട്ടി അച്ചു ഇങ്ങോട്ട് ടോണം തെറ്റിച്ചിട്ടുള്ള എല്ലാരും വേണ്ട, ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിന് വേണ്ടോ. ഓക്കെ എന്നാ കൂട്ടം കൊടുക്ക്. എന്റെ കയ്യിൽ ഇതാ അടുത്തോണ്ടോ Oh, you. Ah. എന്റെ അവര് അമ്മ ചുട്ടമായി. ഓ അതിന് കൊടുക്കും 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 കൊടുക്കും. അതെ ഒരു അത് തിരി കുഞ്ഞു ഡിങ്ങിടിക്ക ഡിങ്ങിടിക്ക തെറ്റേ തെറ്റേ എന്റെ അമ്മച്ചി തുറന്നു നോക്ക്. നെക്സ്റ്റ് അച്ചുടണ്ടാ ഇനി അച്ചൂട്ടന്റെ ഗിഫ്റ്റ് വേറെയാ. എന്റെ അമ്മോ തുറന്നു നോക്ക്. കുഞ്ഞിനെ ഹാപ്പി ബർത്ത്ഡേ. അവിടുത്തെ തന്നിട്ടുള്ള ഗേൾസ് ഇവളുടെ 13 വയസ്സാന്ന് പറഞ്ഞത് തന്നപ്പോ അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവര്. Oh, I got a ring and earrings and a necklace. എന്റെ അമ്മോ ഹാപ്പി Yeah. മമ്മി തരാം. മുടി പിടിച്ചടി വന്നിച്ച സൂപ്പർ കുഞ്ഞു സൂപ്പർ ലിറ്റിൽ ഡയമണ്ട്. കുനിസിട്ട കുനിസിട്ട്. അയ്യോ പാക അവൾക്ക് ഇതിന് ചെറുത് വെച്ചെങ്കിൽ പെട്ടേനെ. അവൾക്ക് കറക്റ്റാ. അവൾക്ക് കയ്യേ റിയാര കൈ പോലല്ല, കുറച്ചും കൂടി വലിപ്പുള്ള കയ്യേ. അതിന് നിന്നെ ഉണ്ടല്ലോ എന്നെ കുത്തമ. അല്ലാന്ന് കൂട്ടണ്ട. ആ ഇനി നെക്സ്റ്റ് അച്ചുട്ടൻ. അച്ചുട്ടന്റെ ഓ ചുമ്മാ എന്തിട്ടത്? It's like a galaxy projector. I saw. ഇത് അവള് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് എന്റെ ഫ്രണ്ടിന് മേടിച്ചാന്ന് പറഞ്ഞു. The battery. കുഞ്ഞുചാ അയ്യോ മാല നല്ല ഭംഗിണ്ടല്ലേ? എന്റെ അമ്മ കുഞ്ഞുചന്റെ ടീനേജ് ബർത്ത്ഡേ നിറച്ചും ഗിഫ്റ്റുകളാലോ. ചെല്ലേച്ചി ചേച്ചി ചെല്ലേ. ഓ കുഞ്ഞു കുഞ്ഞിന്റെ ഫേവറേറ്റ്. നിങ്ങക്ക് അറിയായിരുന്നോ അവൾക്ക് ഇത് ഇഷ്ടാന്ന്? ആ ഭയങ്കര ഇഷ്ടത്. ഓ നല്ല കട്ടാണ് ജ്യൂസിനെ അങ്ങനത്തെ ടോപ്പ് വേണമെന്ന് പറഞ്ഞോണ്ട് നടക്കായിരുന്നു അവള് കഴുത്തുക്കോടെ കെട്ടണത്. ഓ I got mini perfume. ഓ ഇത് കുഞ്ഞുസിന്റെ ഒരു ഡ്രീം ഐറ്റം. കുഞ്ഞുസാ കുഞ്ഞിനെ നൈസായിട്ട് പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതൊന്നും ഒരു ഐറ്റം മേടിക്കാൻ പാടുള്ളതുകൊണ്ട് പറ്റിച്ചേക്കായിരുന്നു. എന്തുട്ടാ കുഞ്ഞുസ ഗസ് ഗസ്. അയ്യോ അപ്പളും കൊടുത്താ ഗസ് ചെയ്യാൻ പോണു. ഇനി തുറന്ന കുഞ്ഞുസ് ചെണ്ടാ മച്ചിയേ. Maybe like a bracelet or a necklace. Oh my god. ഹാപ്പി ബർത്ത്ഡേ. I'm so excited. One prank. It's a prank. There's another ball. There's another. Wait, I think I know what it is. I got it! ഓ കുഞ്ഞുസ് ഡ്രീം കണ്ട് നടക്കണ സാധനമായിരുന്നു. ഹാപ്പി ഓ
ദേ. Oh my നല്ല ഭംഗിയില്ലേ? അവളുടെ എന്നുണ്ട്, god. Oh yeah, Nila. ഡെയ്സി ഉണ്ട്. So cute. കാരണം ഞങ്ങളിതൊന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞ ആള് ചോദിച്ചപ്പോ എല്ലാ ആള് വന്നപ്പോ ഞാൻ പറഞ്ഞു ഇല്ല ഇതൊന്നും മേടിക്കാൻ പറ്റില്ല, ഒരു ഐറ്റം മേടിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആള് ഞങ്ങൾ ഇന്നലെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഒരു ലിപ് ബാം മേടിച്ചു കൊടുത്തു. മെക്കേന്ന് ആളുടെ ഗിഫ്റ്റ് കഴിഞ്ഞു വെച്ചിട്ട് ആൾ ഇരിക്കണ്ടായിരുന്നേ. എന്നിട്ട് കാണു കുഞ്ഞസേ അങ്ങനത്തെ ശരിയാ. ഓ ചുമ്മാ. അപ്പൊ മമ്മിയും അപ്പരെ മമ്മിയുടെ മെമ്മറിയും പറയാൻ പോവാ. അപ്പൊ നിലാനെ പറ്റി പറയുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റത്തെ ആകുമ്പോഴുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിയമോൾ ഇങ്ങനെ കിടന്ന് കരയാണ്. അയ്യോ ഐ കാണ്ട് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ ഞാൻ റിയമോളോട് പറഞ്ഞു, റിയമോള് പേടിക്കണ്ട, എല്ലാം ശരിയാവും, റിയമോള് കരയല്ല എന്ന് പറഞ്ഞു. പിന്നെ റിയമോൾ എന്റെ കൈമ പിടിച്ചിട്ട് ഒറ്റ തട്ടു. മനുഷ്യ എവിടുന്ന് നിങ്ങൾ ഒറ്റ എടുത്തന്നെ അതിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത്. അല്ല അത് മെമ്മറിയിലേക്ക് വരുന്ന വെച്ചില്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ എന്നാലും ഞാൻ വന്നിട്ട് റിയമോളേക്ക് ഇങ്ങനെ നിന്നിട്ടുണ്ടല്ലോ. അപ്പൊ റിയമോൾക്ക് എന്റെ സമീപം വേണം, ഞാൻ വേണമെന്നുണ്ട്. അങ്ങനെ നിന്ന് നിലമോള് തല പുറത്തേക്ക് ഒന്ന് പറഞ്ഞില്ലേ. ഞാൻ റിയമോളെ കൈയൊക്കെ വിട്ടിട്ട് നമ്മള് കൊച്ചിന്റെ തല കാണാൻ വേണ്ടിട്ട് ഓടി പോന്നു. അപ്പൊ എനിക്ക് ഹർട്ടായി. പക്ഷെ ആ കുഞ്ഞുസിന്റെ ഈ ഭാഗമാണ് ആദ്യം കണ്ടതുകൊണ്ട് അത് ഈ ഭാഗമാണോ ഇവിടെ ഈ ഭാഗം ആദ്യം കണ്ടു. അങ്ങനെ ഞാൻ കുഞ്ഞുസ നിന്നെ ആദ്യം ടച്ച് ചെയ്താരെന്നറിയോ? പറ. ഞാനാണ് നിന്നെ ഫസ്റ്റ് ടച്ച് ചെയ്തത്. അത് ടച്ചിങ് അല്ലല്ലോ, അവിടെ ഒരു കൂട്ടില് ആള് വളർത്തി. അങ്ങനെ ടച്ച് ചെയ്ത് കുഞ്ഞുസ് വന്നു ഓടിയിട്ട് ഞാൻ മമ്മീനെ അവിടെ ഉപേക്ഷിച്ചിട്ട് കുഞ്ഞുസിനെ കൊണ്ട് പോയി എന്നാണ് മമ്മി പറയുന്നത്. ബിക്കോസ് അവര് വിളിച്ചു, ചേട്ടാ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അവര് വിളിച്ചു കൊച്ചിനെ കാണാൻ ടച്ച് ചെയ്യണേ വരാൻ പറഞ്ഞു. എന്റെ കൈ പിടിച്ച് വിടില്ല നിൽക്കണ്ടായിരുന്നെ. ആ ഒരു ഓട്ടോ അല്ലേ. അല്ല എന്റെ കൈ എനിക്ക് ഹേർട്ടായി. എനിക്ക് പ്രസവവേദനയുടെ ഇടയിൽ നമുക്ക് ഭാര്യ ഉണർന്നു എന്നില്ലേ. പിന്നെ എൻ്റെ ഒരു മെമ്മറി എന്ന് വെച്ചാൽ എനിക്ക് ഡെലിവറി ടൈമിലെ മെമ്മറി ഞാൻ കൂടുതൽ പറയാനുള്ള. ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. എനിക്ക് എത്ര വയസ്സായിരുന്നു? പ്രഗ്നന്റ് ആയിട്ട് 22 പ്രസവിച്ചു തോന്നുന്നു. അപ്പോൾ ചേട്ടന് 27. നമുക്ക് അത്രയും വയസ്സിന്റെ അറിവില്ല. പിന്നെ ഞങ്ങൾ പാരന്റ്സിലാണ് ഇവിടെ ഒറ്റയ്ക്കല്ല വന്നിക്കണേ. അപ്പൊ ഒന്നും അറിഞ്ഞൂടാ. അപ്പോ ഈ ഒരു പരീക്ഷണ വസ്തുവായിരുന്നു. എന്റെ ഡ്യൂ ഡേറ്റ് ആയിണ്ടായിരുന്നില്ല. ഇവിടെ ഇച്ചിരി നേരത്തെ വന്നേ. പ്രീമെച്ചുർ അല്ല, പക്ഷെ 2 ആഴ്ച നേരത്തെ വന്നേ. അപ്പൊ ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഇങ്ങനെ ഒരു ടക്കുന്നൊരു ഫീൽ എനിക്ക് തോന്നി. ഞാൻ കണ്ണു തുറന്നപ്പോൾ ബെഡൊക്കെ വെച്ചാണോ വരി തോന്നി എനിക്ക്. അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പ്രഗ്നൻസിയുടെ അവസാന സമയമൊക്കെ നമുക്ക് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, യൂറിൻ പോകണമെന്ന് ഞാൻ വിചാരിച്ചേ. അപ്പൊ ഞാൻ ഉറക്കത്തിൽ കിടന്ന് കരച്ചിലും വീഴ്ചിലും. എന്റെ പേടി എന്താണെന്നറിയോ? തലേദിവസം ഞാൻ നില ഉണ്ടാകുമ്പോൾ ഉണങ്ങാൻ ഒരു ബ്ലാങ്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എടുത്ത് ഇട്ടിട്ട് അതിന്റെ മേലെ കിടന്ന് നല്ല ഫ്ലഫി ആയിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു അതിന് കൊച്ചു വരുമ്പോഴേക്കും മുഷിപ്പിക്ക് ഇടണ്ടാന്ന്. ഞാൻ വാശി പിടിച്ച് അത് ഇട്ട് കയറി ഇടുന്നു. അല്ല അതിൽ യൂറിൻ പോകണമെന്നാണ് എന്റെ പേടിയായിരുന്നു. ഞാൻ എല്ലാം മുറി ഇട്ട് കറിയാ, അയ്യോ കുട്ടി ലേറ്റ് ഇട് എന്നെ എടുക്കുന്നു പറഞ്ഞു. അപ്പൊ ചേട്ടൻ ഉറക്കത്തിൽ നിന്ന് എന്നിട്ട് ഞാൻ സ്വപ്നം കണ്ടേ ലേറ്റ് ഇടല്ല ഒന്നുമില്ല കണ്ണടച്ചിട്ട് ഒന്നുമില്ല സ്വപ്നം കണ്ടതാ വാ ഞാൻ നല്ല പുലർച്ചെ നല്ല എങ്ങനെയല്ലേ ഉറക്കണമെന്ന് പറയാം. ഒന്നുമില്ല വാ ഒന്നുമില്ല സ്വപ്നം കണ്ടാന്ന്. അപ്പൊ ഞാൻ ലൈറ്റ് ഇട കിട്ടാന്ന് പറഞ്ഞ ഓടിയിട്ട് ലൈറ്റ് ഇട്ടിട്ട് ചേട്ടൻ അങ്ങനെ തന്നെ ബെഡിൽ തന്നെ എടുത്ത് ഇങ്ങനെ നിർത്തിയ വശം ആക്ച്വലി വാട്ടർ ബ്രേക്ക് ചെയ്തായിരുന്നു. എനിക്ക് 2 പേർക്കും വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയേ. പക്ഷെ പലതരം വാട്ടർ ബ്രേക്ക് ഉണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ റപ്ചർ ആയതാ. അപ്പൊ ജസ്റ്റ് ലീക്ക് ആവണ പോലെ ഉണ്ടാവുള്ളൂ. ഇവളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ആയതാ. ഭയങ്കര ഇങ്ങനെ ഗഷായിരുന്നു, ഭയങ്കര സൗണ്ടും ഗഷും. ഞാൻ പേടിച്ചു. ഞങ്ങൾക്ക് 2 വിവരമില്ലായ്മ കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കൊച്ചു വരാന്ന്. വാട്ടർ ബ്രേക്ക് ആയി കൊച്ചു വരും. അങ്ങനെയാണ് ഞങ്ങൾക്ക് പൊട്ടത്തരം കൊണ്ട് വിചാരിച്ചായിരുന്നേ. ഞാൻ നിലവിളി ബഹളം തുടങ്ങി. അയ്യോ ബേബീസ് കമ്മിങ് കൂട്ടാ ബേബീസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ നിലവിളി ബഹളം തുടങ്ങി. വേഗം ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ എനിക്ക് പെയിനൊന്നുമില്ല. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പെയിൻ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പെയിൻ ഇല്ല. അപ്പോൾ ബേബി ഒന്നും വരില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾ രാവിലെ പെയിൻ വന്നു തുടങ്ങുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് ഈ ലെവലിൽ പെയിൻ ഒന്നും അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോവാ. എനിക്ക് കണ്ടിട്ട് ഞങ്ങളപ്പോ എന്താ പോയി വ്യാഴാഴ്ച ചൊവ്വല്ല വ്യാഴാഴ്ച പോയേ. കണ്ടിട്ട് സൺഡേ ഡെലിവറി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറി, എൻ്റെ ഫസ്റ്റ് ബേബി, എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് എനിക്കറിയാം. ഈ ഓർമ്മകളൊക്കെ വരാൻ വേണ്ടി ഞാൻ മറ്റെടുത്തിട്ടെ ചുമ്മാ. അപ്പൊ
ഞാനും പറഞ്ഞില്ല എനിക്ക് പാല് കൊടുക്കാൻ അറിയണ്ടായിരുന്നില്ല. ഞാനും ഇവിടെ തമ്മിൽ ഗുസ്തിയായിരുന്നു. അവസാനം ഇവര് ബ്രസ്റ്റ് ഫീഡിങ് ക്ലാസ്സിന് വിട്ടു തന്നെ. അപ്പൊ ചേട്ടൻ നോക്കുക നേരത്ത് കൊച്ചിനെ ഒരു ഹാഫ് ആൻ അവർ ഞാൻ ബുക്കും പേന എടുത്തിട്ട് അപ്പൊ അവര് ആംഗിളൊക്കെ വരച്ചിട്ട് 45 ഡിഗ്രിയിൽ പിടിക്കുക, ഇങ്ങനെ കൊടുക്കുക, അങ്ങനെ കൊടുക്കുക, നോട്ട്സ് ഒക്കെ എഴുതി പഠിച്ചിട്ട് ഞാൻ കൊച്ചിന് പാല് കൊടുത്ത്. അത്രയും അങ്ങനെ ഉണ്ടായ മുതലാണ്. കുട്ടക്കറിയിപ്പിക്കലോടാ. താങ്ക് യു സോ മച്ച് കുട്ട, എനിക്ക് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയാലും എൻ്റെ മോളെ തന്നെ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എന്നെ കറിയിപ്പിക്കലോടാ മുത്തേ. I want you to select it. Chada, Barbuni, I want to select it. ഇന്ന് ദോശ കറിയില്ല മനസ്സിന് ഓ ആള് ഭയങ്കര പ്രൗഡ്. അതെ ഞാൻ തന്നെ, ഞാൻ ദോശ ഉണ്ടാക്കി സൗണ്ടില്ല. ഓ ഓ മാറി ഫേവറേറ്റ് സോങ് ആയിരുന്നത്. ആളെ